എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. മന്ത്രിയുടെ ഗൂഢാലോചന. ഇതാണ് കഥ. ബാലനാണെങ്കിലും നീതിന്യായ ബോധത്തിലും ബുദ്ധിസാമർഥ്യത്തിലും ആയുധ പാടവത്തിലും എല്ലാം ഒന്നാമനായിരുന്ന മണികണ്ഠനെ തൻ്റെ അനന്തരാവകാശിയാക്കാൻ രാജശേഖര രാജാവ് തീരുമാനിച്ചു. പന്തള രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം മണികണ്ഠൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. മണികണ്ഠനെ രാജ്യഭാരം ഏൽപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം എന്നുറച്ച മഹാരാജാവ് തീരുമാനം മന്ത്രിയെ അറിയിച്ചു. മന്ത്രിയുടെ കുരുട്ടുബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി. വളരെ തന്ത്രപൂർവം മന്ത്രി പറഞ്ഞു, രാജൻ, മണികണ്ഠകുമാരൻ വില്ലാളി വീരനാണ്. കുമാരനെ രാജ്യഭാരം ഏൽപ്പിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇപ്പോൾ തന്നെ അത് വേണോ? കുമാരൻ ചെറുപ്പമല്ലേ? അല്പം കൂടി പക്വത കൈവന്നിട്ട് കുമാരനെ രാജ്യം ഏൽപ്പിക്കുന്നതാണ് നല്ലത്. മണികണ്ഠകുമാരനെ വനത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നതും രാജാവിന് മണികണ്ഠനോടുള്ള പ്രത്യേക വാത്സല്യവും രസിക്കാതിരുന്ന മന്ത്രിയുടെ മനോഗതം എന്തെന്നറിയാതെ രാജാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മണികണ്ഠന് പക്വത വന്നില്ലെന്നോ? കുമാരനോടുള്ള അമിത വാത്സല്യം കൊണ്ട് മന്ത്രിക്ക് അവനെ കുട്ടിയായി തോന്നുന്നതാണ്. രാജകുമാരന് യുവരാജാവാകാനുള്ള എല്ലാ ഒരുക്കങ്ങളും വേഗം ചെയ്തു കൊള്ളുക. കുമാരന് എല്ലാ കഴിവുകളുമുണ്ട്. രാജശേഖരപുത്രനായ രാജ്യരാജൻ തീരെ ചെറുപ്പമായതിനാലും രാജാവിന് വാർദ്ധക്യമായതിനാലും കുറച്ചു കാലത്തേക്കെങ്കിലും പന്തള രാജ്യഭരണം തൻ്റെ കൈകളിൽ എത്തുമെന്ന് സ്വപ്നം കണ്ടിരുന്ന മന്ത്രി തൻ്റെ ഇച്ഛാഭംഗം ഉള്ളിലൊതുക്കി രാജ്യഹിതം പോലെ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാമെന്ന് സമ്മതിച്ച് രാജശേഖര രാജൻ്റെ തിരുമുമ്പിൽ നിന്നും വിടവാങ്ങി. തൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകിടം മറിച്ച മണികണ്ഠനെ എന്നേക്കുമായി ഒഴിവാക്കിയേ പറ്റൂ. അതിനുള്ള വഴികൾ ആലോചിച്ച മന്ത്രി ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ മനസ്സിൽ മണികണ്ഠനുള്ള സ്ഥാനം ഇല്ലാതാക്കണം. അത് സാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താൻ നിശ്ചയിക്കുന്നത് പോലെ തന്നെ നടക്കും. രാജപത്നിയുടെ സഹായം തേടുക മാത്രമേ ഒരു മാർഗമുള്ളൂ എന്ന് മനസ്സിലുറപ്പിച്ച മന്ത്രി ദുഃഖം നടിച്ചുകൊണ്ട് രാജ്ഞിയുടെ സമീപം എത്തി പറഞ്ഞു തുടങ്ങി, മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന ദിനം അടുത്തെത്തിയിരിക്കുന്നു എന്ന വസ്തുത മഹാറാണി അറിഞ്ഞിരിക്കുമല്ലോ. അവിടുത്തെ കുമാരനായ രാജരാജന് ലഭിക്കേണ്ട പദവികൾ എങ്ങു നിന്നോ വന്ന ആരുടെയോ സന്തതിക്ക് നൽകുന്നത് കണ്ടു നിൽക്കാൻ മഹാറാണിക്ക് എങ്ങനെ കഴിയുന്നു എന്നോർത്ത് അടിയന് അത്ഭുതം തോന്നുന്നു. സ്വപുത്രനോട് ദേവിക്ക് ഒട്ടും തന്നെ സ്നേഹമില്ലേ? ദേവി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ദേവി പാത്രം അറിഞ്ഞുകൊണ്ട് വേണം ഭിക്ഷ നൽകുവാൻ. മണികണ്ഠനോടുള്ള സ്നേഹാധിക്യത്താൽ മഹാരാജാവിന് അക്കാര്യം മറന്നുപോയി. ദേവി എങ്കിലും ചിന്തിക്കൂ, ഇവിടുത്തെ പുത്രൻ വളർന്നു വലുതാകുമ്പോൾ കുമാരനോട് ദേവി എന്ത് സമാധാനം പറയും? കഷ്ടം. ദേവിയുടെ നിർഭാഗ്യമല്ലാതെ എന്തു പറയുവാൻ? മണികണ്ഠനെ യുവരാജാവാക്കുന്നത് മുടക്കിയില്ലെങ്കിൽ, അതിനുള്ള വഴികൾ ദേവി ചെയ്തില്ലെങ്കിൽ പന്തള രാജ്യം അന്യാധീനപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മന്ത്രിയുടെ വാക്കുകൾ രാജപത്നിയുടെ മനസ്സിൽ കടുത്ത നീരസമാണ് ഉണ്ടാക്കിയത്. അവർ ചോദിച്ചു, മണികണ്ഠനെ സ്വന്തം പുത്രനായി കാണുന്ന എന്നോട് ഇപ്രകാരം ദുഷ്ടത പറയുവാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? മണികണ്ഠനെ യുവരാജാവായി വാഴിച്ചാൽ പന്തള രാജ്യം അന്യാധീനപ്പെടുമെന്ന് നീ പറഞ്ഞതിന് കാരണമെന്ത്? തൻ്റെ വാക്കുകളോട് അമർഷമുണ്ടെങ്കിലും കാര്യങ്ങൾ തുടർന്നും അറിയാനുള്ള ആഗ്രഹം രാജ്ഞിയിൽ ഉളവായിരുന്നുവെന്ന് മനസ്സിലാക്കിയ മന്ത്രി ഭവ്യതയോടെ പറഞ്ഞു തുടങ്ങി. മണികണ്ഠനോടുള്ള അമിത വാത്സല്യത്താൽ സ്വയം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് മഹാറാണി കോപിഷ്ഠയാകുന്നത്. ഈ രാജ്യാഭിഷേകം നടന്നു കഴിഞ്ഞാൽ ദേവിയും പുത്രനും
മണികണ്ഠന് ദാസ്യപ്പെട്ടു പോകുമെന്നുമുള്ള കാര്യം ദേവി ചിന്തിക്കാത്തതെന്ത്? മണികണ്ഠൻ്റെ ജന്മത്തെക്കുറിച്ച് ആർക്കും ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. കാട്ടിൽ നിന്നും കണ്ടെത്തിയതിനാൽ ഒരു കാട്ടാള ശിശുവാകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മണികണ്ഠൻ്റെ ഉള്ളിൽ ആ കാട്ടാള സ്വഭാവം തീർച്ചയായും ഉണ്ടാകും. അത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ പ്രകടമാക്കുകയും ചെയ്യും. എനിക്ക് ഇക്കാര്യം രാജ്ഞിയോട് പറയണമെന്ന് ഒന്നുമില്ല. സ്വന്തം രാജ്യത്തോടും മഹാരാജാവിനോടും കൂറുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മന്ത്രിയുടെ കുതന്ത്രങ്ങൾ ശരിക്കും ഏറ്റു. അല്ലെങ്കിലും മന്ത്രി പറഞ്ഞതിലും കാര്യമില്ലേ? സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിരിക്കുമ്പോൾ മണികണ്ഠന് രാജ്യഭാരം നൽകിയാൽ അവൻ്റെ സ്വഭാവത്തിൽ ഭാവിയിൽ മാറ്റം വന്നുകൂടില്ലെന്ന് ആര് കണ്ടു? മഹാരാജാവിൻ്റെ പ്രാണനാണ് മണികണ്ഠൻ. അതുകൊണ്ട് തന്നെ ഇക്കാര്യം എങ്ങനെ അദ്ദേഹത്തെ അറിയിക്കും? രാജ്ഞി ആകെ ചിന്താകുഴപ്പത്തിലായി. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മന്ത്രി അല്പം വേദാന്തം കൂടി രാജ്ഞിയിൽ ചെലുത്താമെന്നുറച്ചു. മഹാറാണി, ഒരു രാജ്യം രക്ഷിക്കാൻ വേണ്ടി വന്നാൽ ഒരുവനെ ഇല്ലാതാക്കാനും മടിക്കരുത്. ഒരുപാട് നന്മകൾക്ക് വേണ്ടി ഒരു തെറ്റ് ചെയ്യുന്നത് പാപമല്ലെന്നാണ് ശാസ്ത്രപ്രമാണം. അതിനാൽ അവിടുത്തെ പുത്രന് സിദ്ധിക്കേണ്ട രാജ്യധന യശസ്സുകളെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ, പന്തള രാജ്യത്ത് ഭാവിയിൽ അത്യാപത്തുകൾ ഉണ്ടാകാതിരിക്കാൻ ഏത് വിധേനയെങ്കിലും മണികണ്ഠനെ ഇല്ലാതാക്കിയേ മതിയാകൂ. പക്ഷേ മന്ത്രി, ഒരു പക്ഷേയുമില്ല. ദേവിയുടെ സഹായമുണ്ടെങ്കിൽ മണികണ്ഠനെ തീർത്തും ഇല്ലാതാക്കാൻ നിഷ്പ്രയാസം സാധിക്കും. പ്രലോഭനങ്ങളിൽ വശംവദയായി ബുദ്ധി നഷ്ടപ്പെട്ട ആ രാജപത്നിയോട് ദുഷ്ടാത്മാവായ മന്ത്രി തൻ്റെ ഗൂഢതന്ത്രങ്ങൾ ശ്വാസം വിടാതെ പറഞ്ഞു തുടങ്ങി. രോഗം പിടിപെട്ടതായി അഭിനയിച്ച് ദേവി ശയ്യയിൽ കിടന്ന് നിലവിളിക്കണം. ദേവിയുടെ സമീപമെത്തി ദയനീയ സ്ഥിതി നേരിൽ കാണുന്ന രാജാവ് എന്നോട് ദേവിയുടെ രോഗശമനത്തിനായുള്ള മരുന്ന് നിർദ്ദേശിക്കാൻ വിദഗ്ധ വൈദ്യന്മാരെ കൊണ്ടുവരാൻ ആജ്ഞാപിക്കും. ദേവിയുടെ അസുഖം പൂർണ്ണമായും ശമിപ്പിക്കാൻ പുലിപ്പാല് അത്യാവശ്യമാണെന്ന് വിധിക്കുന്ന ഒരു വൈദ്യനായിരിക്കും ഞാൻ അപ്പോൾ കൊണ്ടുവരുന്നത്. പുലിയെ പിടിച്ച് പാൽ കറക്കുകയെന്നത് തികച്ചും അസാധ്യമായ കാര്യമാകയാൽ ആരും തന്നെ അത് കൊണ്ടുവരാൻ പോകുകയില്ല. ഒടുവിൽ ധീരനായ മണികണ്ഠൻ തന്നെ പുലിപ്പാലിനായി പുറപ്പെടും. ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ കാട്ടിൽ വെച്ച് മണികണ്ഠൻ്റെ അന്ത്യവും സംഭവിക്കും. അങ്ങനെ ആർക്കും ഒരു സംശയവുമില്ലാതെ മണികണ്ഠനെ പന്തളരുത്ത് രാജ്യത്തു നിന്നും എന്നേക്കുമായി ഒഴിവാക്കാം. അല്പം കടന്ന കൈയാണെങ്കിലും സ്വന്തം പുത്രൻ്റെ നന്മ മാത്രം മുന്നിൽ കണ്ട രാജ്ഞി മന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.